Let's pray. God, our gracious Heavenly Father, we thank you for this blessed Sunday morning. Help us, Lord, to grow in your word and thereby wisdom. Empower us with your spirit so that we shall continue to seek your mercy and thereby glorify your holy name. We commit everybody into your special keeping. In Christ Jesus' name we pray. Amen. Now the opening hymn. നമ്മളുടെ ഈ ക്ലാസ്സിൻ്റെ സ്ലീഹന്മാരെ പറ്റിയുള്ള പഠനത്തിൽ ഇത് 13ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നാം പഠിക്കുന്നത് മാർത്തോമാ സ്ലീഹായെ പറ്റിയാണ്. സെയിന്റ് തോമസ് ദി അപ്പോസ്റ്റൽ. ഒരു വാക്യം ഞാൻ വായിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ സ്ലീഹ എഴുതിയ സുവിശേഷം 11ാം അധ്യായം അതിൻ്റെ 16ാം വാക്യം ഞാൻ വായിക്കാം. യോഹന്നാൻ സ്ലീഹ എഴുതിയ സുവിശേഷം 11ാം അധ്യായത്തിൻ്റെ 16ാം വാക്യം. ദിദിമോസ് എന്ന പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് പറഞ്ഞു. 5 കാര്യങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം.
ഒന്ന്, എ കൈൻഡ് ഓഫ് ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. തോമസിന്റെ പേര്, വേറൊരു പേര് ദിദിമോസ് എന്നാണ്. അതിന്റെ അർത്ഥം ട്വിൻ എന്നാണ്, ഇരട്ട. തോമസ് എന്നുള്ളത് ഹീബ്രു നെയിമാണ്. ദിദിമസ് എന്നുള്ളത് ഗ്രീക്ക് നെയിമാണ്. ഒരു ലെജൻഡ് പറയുന്നത് ഈ തോമസ് ലീഹായുടെ ചൂണ്ടുവിരലും, വലത്തെ കയ്യില് ചൂണ്ടുവിരലും ഈ നടുവിരലും, ഇത് രണ്ടും കൂടെ ഇങ്ങനെ കുറച്ച് ചേർന്നാണ് ഇരുന്നത്. അതായത് ഈ രണ്ട് വിരല് ഇങ്ങനെ ചേർന്ന്, അതിങ്ങനെ ഇരട്ടയായിട്ട് ഇങ്ങനെ ഇരുന്നു എന്നൊരു, നിങ്ങൾ ചില ഐക്കോൺ, തോമസ് ലീഹായുടെ ഐക്കോൺ ഒക്കെ ശ്രദ്ധിച്ചേക്കായി ഇങ്ങനെ ആശീർവാദത്തിന്റെ, ഇതൊരു സിമ്പിളാണ്. പീസ് എന്ന് പറയുന്നതിന്റെ ഒരു സിമ്പിളാണ് അത്, ക്രോസ്. അപ്പൊ ഇതിന് ഇങ്ങനെ ഒരു ഐതിഹ്യം പറയുന്നുണ്ട്, ഈ രണ്ട് വിരൽ തമ്മിൽ കുറച്ച് ചേർന്നാണ് ഇരുന്നത്, അതുകൊണ്ട് ഇരട്ട എന്ന് പറയുന്നു. ഏതായാലും ഈ ഇരട്ട സ്വഭാവം ഒരു സൈക്കോളജിക്കൽ അനാലിസിസിൽ പറയുകയാണെങ്കിൽ ഈ സ്വല്പം കോൺട്രഡിക്ടറി അല്ലെങ്കിൽ കോൺട്രാറി എന്ന് തോന്നാവുന്ന സ്വഭാവം തോമസ് ലീഹായിലെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ഫോർ എക്സാമ്പിൾ, സംശയമുണ്ട്, കാര്യങ്ങളെ ഒരു സ്കെപ്റ്റിക്കൽ അപ്രോച്ച് എന്ന് ഫിലോസഫിയിൽ പറയും. എന്നാൽ അറ്റ് ദ സെയിം ടൈം സംശയമുണ്ട് എന്ന വിശ്വാസിയാണ്. ഇൻഡോമിറ്റബിൾ കറേജ് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആള് കുറച്ച് ഗ്ലൂമിയാണെന്ന് പറയും, എന്നാൽ നല്ല ഹോപ്പ് ഉള്ള ആളായിരുന്നു. ഒരു ക്രിട്ടീക്കാന്ന് പറയും, കാര്യങ്ങളെയൊക്കെ വിമർശനാത്മകമായി സമീപിക്കുന്നയാളാണ് എന്ന് പറയും. At the same time, he was unselfish and he had always a helping mentality. ഒരു റിസർച്ച് മൈൻഡ്, ഒരു ഗവേഷണ മനോഭാവമുള്ള ആളാണ്. No wicked heart for unbelief. സംശയത്തിന് വേണ്ടി ഒന്നും സംശയിച്ചില്ല. മറ്റുള്ളവരെ അപമാനിക്കാനായിട്ട് ഒന്നും ചോദിക്കുകയും വിമർശിക്കുകയും ചെയ്തിട്ടില്ല. ഡൗട്ടിങ് തോമസ് എന്ന് പാശ്ചാത്യ ചിന്തകർ ചിലര് അങ്ങനെ ഒരു ടൈറ്റിലൊക്കെ കൊടുത്ത് എഴുതിയിട്ടുണ്ട് പുസ്തകങ്ങളിൽ. എന്നാൽ തോമസ് doubted that we might have no doubts. ഈ തോമസ് ലീഹ ഗലീലക്കാരനായിരുന്നു. അപ്പൊ ഇത് കടൽ തീരമാണല്ലോ ഗലീല എന്ന് പറയുന്നത്. അപ്പൊ മീൻപിടുത്തം എന്ന് പറയുന്നത് സ്വാഭാവികമായി അറിയാവുന്ന ഒരു തൊഴിലാണ്. എന്നാൽ ബൈ പ്രൊഫഷൻ ഹി വാസ് എ കാർപ്പന്റർ. മരപ്പണി അറിയാവുന്നയാളായിരുന്നു. മോറോവർ സ്വർണ്ണപ്പണി അറിയാവുന്നയാളായിരുന്നു. തോമസ് ലീഹ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു, നല്ല ഒരു കലാബോധമുള്ള ആളായിരുന്നു, നല്ല പരിശ്രമശാലിയായിരുന്നു, ബുദ്ധിമാനായിരുന്നു, ഇന്റലിജന്റ്. കാർപ്പന്റേഴ്സ്, ആർക്കിടെക്ട്സ്, ആശാരിമാര് എന്നൊക്കെ പറയുന്നത് നേരത്തെ കാര്യങ്ങളെല്ലാം സ്വപ്നം കണ്ട് ആ വരുവാൻ പോകുന്ന സംഗതിയെല്ലാം നേരത്തെ വിഷ്വലൈസ് ചെയ്തിട്ട് അത് ശാസ്ത്രീയമായി ചെയ്യുന്ന ഒരു സംവിധാനം. അപ്പോൾ അങ്ങനെയുള്ള നല്ല ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഉണ്ടായിരുന്നു. പിന്നെ തോമസ് ലീഹ അവിവാഹിതനായിരുന്നു, നാസിർ വ്രതക്കാരനായിരുന്നു. തിയോളജിയൻ ജെ എൽസ്വർത്ത് കലാസ് എന്ന പണ്ഡിതൻ തോമസ് ലീഹയെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹി ഈസ് എ 21st century man. അതായത് യുക്തിപൂർവം കാര്യങ്ങളെ സമീപിക്കുകയും നിഗമനങ്ങളിൽ എത്തുകയും ചെയ്യുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ സവിശേഷതകൾ ഒന്നാണല്ലോ. അതുകൊണ്ട് തോമസ് ലീഹായുടെ സ്വഭാവം അപ്രകാരമായിരുന്നതുകൊണ്ട് എൽസ്വർത്ത് എന്ന ദൈവശാസ്ത്രജ്ഞൻ തോമസ് ലീഹയെ വിശേഷിപ്പിക്കുന്നത് ദ 21st century disciple of Jesus എന്നാണ്. അപ്പൊ ഞാൻ ഈ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഇവിടെ അവസാനിപ്പിക്കാം, ഒന്നാമത്തെ പാർട്ട്. സെക്കൻഡ്,
ഇവിടെ കുറിവാക്യമായി വായിച്ച വാക്യം യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. തോമസ് said to the rest of the disciples, let us also go that we may die with him. യഹൂദ നേതാക്കന്മാർ യേശുവിനെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞ ഒരു അവസരത്തിൽ, കല്ലെറിയുവാൻ ഭാവിച്ച സമയത്ത് യേശു പെട്ടെന്ന് യഹൂദയിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. ശിഷ്യന്മാർ അതിൽ ആശ്ചര്യപ്പെട്ടു. അതെന്താ ഇങ്ങനെ തീരുമാനിക്കുന്നേ എന്നവര് ആശ്ചര്യപ്പെട്ടപ്പോൾ തോമാസ് സഹശിഷ്യന്മാരോട് പറഞ്ഞു, നാമും മരിക്കേണ്ടതിന് അവനോടുകൂടെ പോകാം. തോമാസ് പറഞ്ഞ ഒരു വായ്മൊഴിയാണ്. തോമസ് പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 11-ാം അധ്യായം 16-ാം വാക്യം. Thomas said to the rest of the disciples, let's also go that we may die with him. അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം. അപ്പൊ യേശു ക്രിസ്തു അവനെ കല്ലെറിഞ്ഞ് കൊല്ലുവാനൊക്കെ ഭാവിച്ചിരിക്കുന്ന ഈ സമയത്ത്, അല്ലെങ്കിൽ അവനെ നശിപ്പിക്കാനായിട്ട് യഹൂദ നേതാക്കന്മാർ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് യേശു ക്രിസ്തു അങ്ങോട്ടേക്ക് പോകുവാൻ തീരുമാനിക്കുമ്പോൾ മറ്റ് ശിഷ്യന്മാരൊക്കെ അതിൽ ആശ്ചര്യപ്പെട്ട് അവൻ ചെയ്യുന്നത് ബുദ്ധിയാണോ എന്ന് ഒക്കെ സംശയിക്കുന്ന സമയത്ത് തോമസ് ശ്ലീഹ പറയുകയാണ്, let us go with him that we may die with him. പ്രിയമുള്ളവരെ, here we see a dynamic example of every believer. Example for every believer. ഒരു 3 കാര്യം എടുത്തു പറയാം. ഒന്ന്, he demonstrated deep love for Christ. കർത്താവ് പോകുന്നിടത്തോട് കൂടെ പോവുക, വേറൊരു ചിന്തയില്ല. 2, his willingness to stand and die with Christ, with his fellow believers in the ministry of the Lord. കർത്താവിന്റെ ശുശ്രൂഷയില് അവനോടുകൂടെ മരിക്കുവാൻ തയ്യാറുള്ള ഒരു മനസ്സ്. ഒന്ന്, he demonstrated his deep love for Christ. 2, a willingness to stand and die with his fellow believers in the Lord's ministry. 3, a knowledge that to die for Christ is better than to live without him. കർത്താവില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ കർത്താവിനോടുകൂടെ മരിക്കുന്നത് ശ്രേഷ്ഠം എന്ന് തോമസ് ശ്ലീഹ കരുതി. യേശുവിനെ യഹൂദ നേതാക്കന്മാർ നശിപ്പിപ്പാൻ, കൊല്ലുവാൻ, കല്ലെറിഞ്ഞ് കൊല്ലുവാൻ ഒക്കെ ഭാവിച്ച് അപ്രകാരമുള്ള പദ്ധതിയിട്ട സമയത്ത് അങ്ങോട്ടേക്ക് കർത്താവ് പോകുമ്പോൾ മറ്റു ശിഷ്യന്മാർ അതിശയിച്ചിട്ട് ഇവൻ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ആശ്ചര്യപ്പെട്ട അവസരത്തില് തോമസ് ശ്ലീഹ ശിഷ്യന്മാരോട് പറഞ്ഞു, അങ്ങനല്ല, നാമും പോകാം അവനോടുകൂടെ മരിക്കേണ്ടതിന്. പ്രിയമുള്ളവരെ, ആ ഒരു സ്വഭാവമാണ് മൈലുകൾ താണ്ടി ഇന്ത്യയിൽ വന്ന് രക്തസാക്ഷിയാകുവാൻ തോമസ് ശ്ലീഹയെ ഇടയാക്കിയത് എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. So the question before us, are we loyal? Are we ready to die for Christ Jesus? Do we have deep love for Christ? Do we have deep love and commitment to the ministry of our Lord Jesus Christ? These are the questions, these natural questions that we need to raise before us by looking at Saint Thomas' response. What was the response? He said to the rest of the disciples, let's also go that we may die with him. 3, യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ, 14-ാം അധ്യായം കർത്താവ് തമ്പുരാന്റെ ഫെയർവെൽ സ്പീച്ച് ആണല്ലോ. അതിന്റെ 5-ാം വാക്യത്തിൽ തോമസ് said to Jesus, Thomas said to him, Lord, we don't know where you are going. So how can we know the way? Lord, we don't know where you are going. So how can we know the way? And Jesus answered, I am the way,
the truth and the life. അപ്പൊ തോമസ് ലീഹയുടെ ഈ സംശയം ഉണ്ടല്ലോ, സംശയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ സംശയ നിവാരണത്തിനായി തോമസ് ലീഹ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അത് കർത്താവ് തമ്പുരാന്റെ അനുഗ്രഹിക്കപ്പെട്ട തിരുവായ്മൊഴിക്ക് മുഖാന്തരമായി തീർന്നു. തോമസ് ലീഹയുടെ ഈ സിമ്പിൾ straight reasoning or logical questions made Jesus to respond. ആ യേശുക്രിസ്തുവിന്റെ തിരുവായ്മൊഴി സ്വർഗത്തിന്റെ വലിയ മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്നതിന് മുഖാന്തരമായി തീരുന്നു. അപ്പൊ തോമസ് ലീഹായുടെ സാന്നിധ്യം, തോമസ് ലീഹായുടെ ചോദ്യങ്ങൾ സ്വർഗത്തിന്റെ മർമ്മങ്ങൾ വെളിപ്പെടുന്നതിന് മുഖാന്തരമായി തീരുന്നു എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. മാർഗം സത്യം ജീവം ഒരു തെലുങ്ക് ഭജനാണ് ഞാൻ പാടുന്നത്. വളരെ ലളിതമാണ്, സംസ്കൃതമല്ലേ. സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിൽ ധാരാളം സംസ്കൃത വാക്കുകൾ ഉപയോഗിക്കുന്നു, ട്രാൻസ്ലേഷൻ ആവശ്യമില്ല. മാർഗം സത്യം ജീവം നീവേ, മാർഗം സത്യം ജീവം നീവേ, ആദി ആധാരം അന്തം നീവേ, ആദി ആധാരം അന്തം നീവേ, മാർഗം സത്യം ജീവം നീവേ, മാർഗം സത്യം ജീവം നീവേ. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന പ്രസിദ്ധമായ മർമ്മപ്രധാനമായ ക്രിസ്തുവിജ്ഞാനീയമായ തിരുവായ്മൊഴി കർത്താവ് തമ്പുരാന്റെ പക്കൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതിന് തോമസ് ലീഹായുടെ ചോദ്യം മുഖാന്തരമായി തീർന്നു. He said to the Lord, Lord, we don't know where you are going. ഫേവൻ സ്പീച്ച് ആണ്. കർത്താവ് തമ്പുരാൻ കാൽവറിയിലെ ക്രൂശ് മരണത്തിലേക്ക് പോകുന്നതിന് മുൻപായി തന്റെ ശിഷ്യന്മാരെ ചേർത്ത് വിളിച്ച് നിർത്തി അവരോടുള്ള വിടവാങ്ങൽ പ്രസംഗവും പ്രാർത്ഥനയുമാണ്. ആ സമയത്താണ് തോമസ് ലീഹ അത് ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, the way to God is Jesus himself. യേശുവാണ് വഴി. Where is the destination? What is the destination? The destination is God. ആത്യന്തിക സത്യമാകുന്ന ദൈവത്തിന്റെ പരമാത്മാവിലേക്ക് നാം എത്തിച്ചേരേണ്ടുന്ന വഴി യേശുവാകുന്നു. I am the way, I am the truth. ആ സത്യം, the ultimate truth is Jesus himself. ആ സത്യം, ആ ആത്യന്തിക സത്യം, ആ ദൈവിക സത്യം, സ്വർഗത്തിന്റെ ആ സത്യം, അത് നിത്യജീവൻ, അത് കർത്താവാകുന്നു. 3, the life. പ്രിയമുള്ളവരെ, അതാണ് നിത്യജീവൻ. I am the way, the only way to God. He is Jesus himself. I am the truth. സ്വർഗത്തിന്റെ ഈ സത്യം കർത്താവ് തമ്പുരാൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. And he is the truth. Revelation of truth, embodiment of truth is Jesus himself. 3, I am the life. ഇത് നശിച്ചു പോകുന്ന അനുഭവമല്ല, ഇത് നിത്യജീവന്റെ അനുഭവമാകുന്നു. യേശു ക്രിസ്തു വഴിയാകുന്നു, യേശു ക്രിസ്തു സത്യ വെളിപാടാകുന്നു, യേശു ക്രിസ്തു ജീവനാകുന്നു. ലൈഫ്, eternal life, which is called salvation. എല്ലാവർക്കും അറിയാവുന്ന ഒരു കോറസ് ഞാൻ പാടാൻ പോവാണ്. സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതല്ലേ. Jesus is the way to my Father's house, to my Father's house, to my Father's house. Jesus is the way to my Father's house, where there is joy, joy, joy. Jesus is the only way to my Father's house. Jesus said, I am the way, I am the truth, I am the life.
Jesus is the way to my Father's house, to my Father's house, to my Father's house. Jesus is the way to my Father's house, where there is joy, love, and peace. 4. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ തോമസ് ശ്ലീഹ ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു. Thomas said to Jesus, my Lord and my God. You know the context. Thomas was not with the disciples when Jesus came. So the other disciples told him, we have seen the Lord. But he said to them, Gospel according to St. John, chapter 20, verse 25, unless I see the nail marks in his hands and put my finger into his prints of nails and put my hand into his side, I will not believe. Jesus again appeared to them after 1 week, and Jesus said, peace be with you all. And then Jesus said to Thomas, if you look at verse 27, there we read, Jesus said to Thomas, put your finger here. See my hands. Reach out your hand and put it in my side. Stop doubting and believe. My dear friends, here we see St. Thomas' critical confrontation and conviction. And what did Thomas say? Thomas said to Jesus, oh, my Lord and my God. When Jesus appeared to them, and then he said to Thomas, after 1 week, he said to Thomas, put your finger here, see my hands, see my hands. കാണിപ്പഴുതുള്ള ഈ കരം കർത്താവ് തമ്പുരാൻ നീട്ടിക്കൊടുത്തു. Then he said, reach out your hand and put it in my side. Stop doubting and believe. യേശുക്രിസ്തുവിന്റെ മഹാപ്രത്യക്ഷതയുടെ വെളിച്ചത്തിൽ ഇതാ തോമസ് ശ്ലീഹ തന്റെ വിശ്വാസം പ്രാർത്ഥനയിൽ പ്രഖ്യാപിക്കുകയാണ്. My Lord, my God. My dear friends, this is one of the greatest, sweetest, and shortest creed ever pronounced in the history of Christianity. Here we see great confession of faith. Jesus was his Lord. Kartavana, his master, Guru, Rabbi. Now Thomas proclaims, Lord, you are my God. യേശു കർത്താവിനെ സത്യദൈവമായി കാണുവാൻ മാർത്തോമാ ശ്ലീഹായ്ക്ക് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത മുഖാന്തരമായി തീർന്നു. കുറിയോസ് എന്ന വാക്ക് ഉപയോഗിക്കും. നമുക്കറിയാം കുറിയലായിസോൻ നമ്മൾ ചൊല്ലി കിഴക്കിന്റെ സഭയിൽ പ്രാർത്ഥിക്കുന്ന കുറിയേലായിസോൻ 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 കുറിയേലായിസോൻ. കുറിയോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാൻ കർത്താവെന്ന അർത്ഥം. ദൈവശാസ്ത്രപരമായി വേറൊരു അർത്ഥമുണ്ട്. കുറിയോസ് എന്ന് പറയുന്നത് മധ്യസ്ഥൻ എന്നൊരു അർത്ഥവും കൂടിയുണ്ട്. നീയാണ് വഴി, നിത്യജീവനിലേക്കുള്ള വഴി, the only destination, the only way to the ultimate destination. And you have revealed the way, and you are the truth, and you are
the eternal life, and you are the salvation. My Kurios, my Lord has become my God, my master, my rabbi, my mediator, my teacher has become my God because he is God himself. യേശു ക്രിസ്തുവിനെ ലോകത്തിന്റെ രക്ഷിതാവായി, ദൈവമായി, കർത്താവിനെ ദൈവവും രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തോട് സുവിശേഷം പ്രഘോഷിക്കുവാൻ തക്കവണ്ണം മാർത്തോമാ ശ്ലീഹായ്ക്ക് ഇടയായെങ്കിൽ ഭാരതത്തിന്റെ മണ്ണിലുള്ള ക്രൈസ്തവ സഭകൾക്ക് അത് ഭാഗ്യകരമായ, ഈ സഭയുടെ പേട്രൺ സെയിന്റ്, കാവൽ പുണ്യവാളൻ, ഭാരതത്തിന്റെ മണ്ണിലെ ക്രൈസ്തവരുടെ ശ്രേഷ്ഠ ആചാര്യനായ, ദൈവത്തിന്റെ പരമസന്നിധിയിലെ സ്ലീഹന്മാരിൽ പ്രധാനപ്പെട്ട ഒരു സ്ലീഹനായ തോമാ ശ്ലീഹ വിശ്വാസം നമുക്ക് എന്നും ഉദാത്തമായ മാതൃകയാണ്. അതുകൊണ്ട് പാഷാണ്ഡ ഉപദേശത്തിൽ പെട്ടുപോകാതെ, യേശുക്രിസ്തു ആര് എന്ന ചോദ്യത്തിന് ഒട്ടും സംശയമില്ലാതെ എന്റെ കർത്താവ് എന്റെ ദൈവമാകുന്നുവെന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുവാൻ തോമാ ശ്ലീഹയുടെ നാമധേയത്തിലുള്ള മലങ്കരയിലെ എല്ലാ വിശ്വാസികൾക്കും ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മാർത്തോമാ ശ്ലീഹ ആരുടെയും കുത്തകയൊന്നുമല്ല. മാർത്തോമാ ശ്ലീഹ ഭാരതത്തിലെ ക്രൈസ്തവർക്കുള്ള വലിയ അനുഗ്രഹമാണ്. സ്വർഗീയമായ ഉദാത്തമായ വിശ്വാസത്തിന്റെ പ്രാർത്ഥനയും വാക്കുകളും അതാണ് വിശുദ്ധ തോമാ ശ്ലീഹായിൽ നാം കാണുന്നത്. സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ വാക്കുകളാണ്. കർത്താവായ യേശുവിനെ രക്ഷിതാവും ദൈവവുമായി ഏറ്റുപറയുന്ന അനുഭവം റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കാണുവാൻ തക്കവണ്ണം തോമാ ശ്ലീഹായ്ക്ക് ഭാഗ്യമുണ്ടായപ്പോൾ അവനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്ത് അവനെ ദൈവവും രക്ഷിതാവുമായി അംഗീകരിച്ച, അത് പ്രഖ്യാപിച്ച, അവനോട് അപ്രകാരം പ്രാർത്ഥിച്ച, സമ്പൂർണ്ണ സമർപ്പണം നടത്തിയ വിശുദ്ധ മാർത്തോമാ ശ്ലീഹ ഉദാത്തമായ വിശ്വാസത്തിന്റെ, സാക്ഷ്യത്തിന്റെയും പ്രാർത്ഥനയുടെയും പ്രതീകമാണ്. രക്ഷാകരമായ അനുഭവത്തിൽ പ്രവേശിക്കുവാൻ തക്കവണ്ണം വിശ്വാസം മുഖാന്തരമായി തീരുമ്പോൾ ഭാരതത്തിലേക്ക് വന്ന മാർത്തോമാ ശ്ലീഹ നമുക്ക് എന്നും ഒരു ആവേശമാണ്. 5 അവസാനമായി ദി എൻഡ്. അപ്പോൾ ഞാൻ ഇവിടെ 4 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. ഹു വാസ് ഹി, വേർ ഡസ് ഹി കം ഫ്രം, എവിടെ നിന്ന് വന്നു എന്ന് ഞാൻ പറഞ്ഞു. ഗലീലക്കാരനാണ്, മീൻപിടുത്തക്കാരനാണെങ്കിലും ബൈ പ്രൊഫഷൻ ഹി വാസ് എ കാർപ്പന്റർ. മോറോവർ ഹി വാസ് എൻ ആർട്ടിസ്റ്റ്, സ്വർണ്ണപ്പണിക്കാരനായിരുന്നു. കർത്താവ് തമ്പുരാന്റെ ഇഹലോക ജീവിതത്തിൽ തന്നെ കർത്താവ് തമ്പുരാന്റെ അമ്മയ്ക്ക്, പരിശുദ്ധ കന്യാമറിയാമിന്, തോമാ ശ്ലീഹ സ്വർണം കൊണ്ട് ഒരു ബ്രോച്ച് ഉണ്ടാക്കി കൊടുത്തു. എന്നെ കേൾക്കുന്ന യുവജനങ്ങൾക്ക് ബ്രോച്ച് എന്ന് പറഞ്ഞറിയോ? ആ ബ്രോച്ച് എന്ന് പറയുന്നത് കർത്താവ് തമ്പുരാൻ ഒരിക്കൽ അമ്മയെ പറ്റി ഇപ്രകാരം പറഞ്ഞു എന്നാണ്. ലില്ലി ഓഫ് ദ വാലി, മേരി ഈസ് ലില്ലി ഓഫ് ദ വാലി. അപ്പൊ അതിന്റെ വെളിച്ചത്തില് 2 ഇലകൾ കൊണ്ട് ബന്ധിച്ച് ഒരു ലില്ലിപ്പൂവ് ഉണ്ടാക്കി അതിന്റെ മാതൃകയിൽ സ്വർണം കൊണ്ട് വളരെ വിലപിടിപ്പുള്ള ഈ ഉപഹാരം, സമ്മാനം വിശുദ്ധ കന്യാമറിയാമിന് തോമാ ശ്ലീഹ സമ്മാനിച്ചു, കർത്താവിന്റെ ഈ ലോക ജീവിതത്തിൽ വെച്ച് തന്നെ. പ്രിയമുള്ളവരെ, യോഹന്നാന് 21 വയസ്സായിരുന്നു
കർത്താവ് ക്രൂശിക്കപ്പെടുന്ന സമയത്ത്. അന്ന് കർത്താവ് തമ്പുരാന് 33 വയസ്സ്, എന്നാൽ തോമാസ് ലീഹായ്ക്ക് 40 വയസ്സ്. അപ്പം അമ്മ എപ്പോഴും ഇളയ മക്കളെയാണല്ലോ ഏൽപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ ആരാന്ന് ചോദിച്ചാല് മൂത്തവനല്ല, ഇളയവനാണ്. അതൊരു കിഴക്കിന്റെ ട്രഡീഷനാണ്. അപ്പോ കർത്താവ് തമ്പുരാന് തന്റെ തന്നെ കസിനാണല്ലോ, നമ്മൾ അതെല്ലാം പഠിച്ചതല്ലേ. അപ്പൊ യോഹന്നാൻ സ്ലീഹാനെ ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ, അങ്ങനെ ഏൽപ്പിച്ച്. അപ്പൊ അവന് 21 വയസ്സേ ഉള്ളൂ. അവൻ ഈ അമ്മയെ ഏൽപ്പിച്ചെങ്കിലും വാസ്തവം പറഞ്ഞാൽ എന്താ ചെയ്യണമെന്നുള്ളതിനെ പറ്റി അവൻ അന്താളിക്കുകയാണ്. ചരിത്രം പറയുന്നത് 40 വയസ്സുള്ള തോമാസ് ലീഹ കർത്താവിന്റെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം യോഹന്നാൻ സ്ലീഹായുടെ കൂടെ ചേർന്ന്, വാസ്തവം പറഞ്ഞാൽ തോമാസ് ലീഹായ് ഈ അമ്മയെ കാര്യമായി പരിചരിച്ചു എന്നാണ്. അപ്പൊ അമ്മയെ പരിചരിച്ച് അവിടെ ആ അമ്മയുമായ ഒരു അടുത്ത ബന്ധം തോമാസ് ലീഹ, അമ്മ വിശുദ്ധ കന്യമറിയാം, കർത്താവിന്റെ അമ്മ വിശുദ്ധ കന്യമറിയാവുമായ ഒരു അടുത്ത വ്യക്തിബന്ധം തോമാസ് ലീഹ സൂക്ഷിക്കുന്നു. നേരത്തെ പറഞ്ഞു സ്വർണ്ണപ്പണിയും കൂടെ അറിയാമായിരുന്നത് കൊണ്ട് ഈ 2 ഇല കൊണ്ടുള്ള ഗോൾഡൻ ബ്രൂച്ച് ഉണ്ടാക്കി അമ്മയ്ക്ക് സമ്മാനം കൊടുത്തു. അത്രയും വിലപിടിപ്പുള്ള സമ്മാനം അമ്മയ്ക്ക് ആവശ്യമില്ല, അമ്മ അത് അണിയുകയില്ല എന്നറിയാമെങ്കിലും അമ്മ അത് സ്വീകരിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു അത്രേ, നിന്റെ സ്നേഹം ഇതിലുള്ളത് കൊണ്ട് ഞാനിത് സൂക്ഷിക്കും. പ്രിയമുള്ളവരെ, AD 52 ഭാരതത്തിൽ വന്ന്, അതിനെപ്പറ്റി ഒരു ലെജൻഡ് ഉണ്ട്, നിങ്ങൾക്കറിയാം, ഞാൻ പെട്ടെന്ന് പറയാം. പാർത്തിയ, അതായത് ഇന്നത്തെ പഞ്ചാബ് സിന്ധ്, അവിടെ ഗുണ്ടഫ്രസ് രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന് ഒരു ശില്പിയെ വേണമായിരുന്നു കൊട്ടാരം പണിയേണ്ടതിലേക്ക്. അപ്പോ അബ്ബാനസ് എന്നൊരു കച്ചവടക്കാരൻ പലസ്തീൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ, കിഴക്കിൽ നിന്ന് ഷീമയിൽ നിന്ന് വന്നപ്പം രാജാവ് അവനെ ചുമതലപ്പെടുത്തി തൻ്റെ നാട്ടിൽ നിന്ന് നല്ല ഒരു ആർക്കിടെക്റ്റിനെ അല്ലെങ്കിൽ കാർപ്പൻറ്ററെ, മേശരിയെ കൊണ്ടുവരണം. അങ്ങനെ അബ്ബാനസ് പലസ്തീൻ നാട്ടിൽ ചെന്നിട്ട് ഒരു ആശാരിയെ തിരക്കുന്ന സമയത്ത് കർത്താവ് തമ്പുരാൻ അബ്ബാനസിനെ പ്രത്യക്ഷപ്പെടുകയും തോമസിനെ കാട്ടിക്കൊടുക്കുകയും ചെയ്തു. തോമസ് എൻ്റെ അടിമയാണ്, അവനെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു, നീ അവനെയും കൊണ്ട് പൊക്കോളൂ എന്ന് കർത്താവ് തമ്പുരാൻ പറഞ്ഞനുസരിച്ച് അബ്ബാനസ് തോമാസ് ലീഹായും കൊണ്ട് ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ വന്ന് ഗുണ്ടഫ്രസ് രാജാവിന്റെ രാജധാനിയിൽ വന്ന് ഈ വലിയ കൊട്ടാരം പണിയാനുള്ള ഉത്തരവാദിത്വം തോമസ് എന്ന ഈ ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ കാർപ്പൻറ്ററെ ഏൽപ്പിക്കുകയാണ്. ഖജനാവിൽ നിന്ന് ധാരാളം പണം തോമാസ് ലീഹ കൈപ്പറ്റി. എന്നാൽ തോമാസ് ലീഹ കൊട്ടാരം ഒന്നും പണിതില്ല. രാജാവ് തിരക്കുമ്പം പറയും അതിമനോഹരമായ കൊട്ടാരം പണിതുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രം പറയും. ഏതായാലും രാജാവിന്റെ സഹോദരന്റെ പേര്, ഗുണ്ടഫ്രസ് രാജാവിന്റെ സഹോദരന്റെ പേര് ഗാദ് എന്നൊരാളുണ്ടായിരുന്നു. ആ സഹോദരനെ ജ്വരം പിടിച്ച് മരിച്ചു. ഈ ഗാദിനും തോമാസ് ലീഹയെ പറ്റി നല്ല സംശയമായിരുന്നു. അതായത് തോമാസ് ലീഹ രാജാവിനെ കളിപ്പിക്കുകയാണ് എന്ന് പലപ്പോഴും ചിന്തിച്ചിരുന്നു. എന്നാൽ ഗാദ് മരിച്ചതിന് ശേഷം ഗാദ് ഗുണ്ടഫ്രസ് രാജാവിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും മനോഹരമായ ഒരു കൊട്ടാരം സ്വർഗത്തിൽ ഗുണ്ടഫ്രസിന് വേണ്ടി പണിതിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. രാജാവ് കലിപൂണ്ട് തോമാസ് ലീഹായെ ജയിലിലാക്കിയിരുന്നു. എന്നാൽ സഹോദരനായ ഗാദ് മരണശേഷം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് നിനക്ക് വേണ്ടി സ്വർഗത്തിൽ മനോഹരമായ ഭവനം പണിതിരിക്കുന്നു, തോമാസ് ലീഹായിലൂടെ പണിയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തോമാസിനെ ഗുണ്ടഫ്രസ് രാജാവ് സ്വതന്ത്രനാക്കി. അവിടെ നിന്ന് പിന്നീട് തെക്കേ ഇന്ത്യയിലേക്ക് വരികയും, നമുക്കറിയാം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. AD 52 7 പള്ളികൾ ഏതൊക്കെയാണെന്നറിയാം? നിരണം, പാലയൂർ, നീലക്കൽ, കോട്ടയ്ക്ക, കൊക്കമംഗലം, കൊല്ലം, മാലിയങ്കരയും 7 പള്ളികളെ. വളരെ പ്രസിദ്ധമായ ഒരു പാട്ടാണ്. നമുക്ക് തിരുവനന്തപുരത്തിന് അടുത്തൊരു സ്ഥലമുണ്ട്, പണ്ടത് കേരളമായിരുന്നു, ഇപ്പൊ കന്യാകുമാരി ജില്ലയിലാണ്, തിരുവിതാംകോട്.
തോമാസ് സ്ലീഹായിൽ സ്ഥാപിതമായ ഒരു പള്ളി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സൺഡേ സ്കൂളിൽ നിന്നും സേവിയേഴ്സിൻ്റെ നിന്നൊക്കെ അവിടെ പോയി കാണുകയും അവിടെ ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഏതായാലും AD 72 മൈലാപ്പൂരില് തോമാസ് സ്ലീഹ രക്തസാക്ഷിയായി തീർന്നു. തോമാസ് സ്ലീഹ വളരെ ബുദ്ധിയുള്ള ആളായിരുന്നത് കൊണ്ട് ഉയർന്ന കാസ്റ്റിൽപ്പെട്ട പലര് ഈ ലൊജീഷ്യൻസ് അവര് ഇങ്ങനെ വേദങ്ങളെ പറ്റിയുള്ള ചർച്ചകളിലും സംവാദങ്ങളിലൊക്കെ തോമാസ് സ്ലീഹ വിജയിക്കുന്നത് കൊണ്ട് ധാരാളം ഉന്നത കുലത്തിൽപ്പെട്ട ഉന്നത ജാതി കാസ്റ്റിസം വളരെ ശക്തമായിരുന്ന കാലം. അങ്ങനെ ബ്രാഹ്മണ സമുദായക്കാർക്ക് അതിൽ നിന്ന് ധാരാളം ആളുകൾ തോമാസ് സ്ലീഹയുടെ വിശ്വാസം അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻ വിശ്വാസത്തിലേക്ക് വരികയും എന്നാൽ അവരുടെ ശത്രുതയുണ്ടാകും, തോമാസ് സ്ലീഹയുടെ ശത്രുത ഉണ്ടാകുകയും തോമാസ് സ്ലീഹ മൈലാപ്പൂരിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബ്രാഹ്മണൻ പുറകിൽ നിന്ന് വന്ന് ശൂലമെറിഞ്ഞ് തോമാസ് സ്ലീഹയെ കുത്തിക്കൊന്നു എന്നാണ് നാം വായിക്കുന്നത്. പ്രിയമുള്ളവരെ, തോമാസ് സ്ലീഹയെ പറ്റി വേറൊരു അനുഗ്രഹിക്കപ്പെട്ട കാര്യം, ഒരു സ്ലീഹന്മാരുടെയും പേരിൽ ഒരു സഭ അറിയപ്പെടുന്നില്ല. എന്നാൽ മാർത്തോമാ സ്ലീഹയുടെ പേരിൽ ഒരു സഭ അറിയപ്പെടുന്നു. മലങ്കരയിലെ എല്ലാ സഭകളും മാർത്തോമ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ അങ്ങനെയാണ് അറിയപ്പെടുന്ന ചരിത്രത്തില്. നമ്മളുടെ മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ നോക്കിക്കൊള്ളുക. ഒന്നാമത്തെ വാചകം, ഈ സഭ believed to have been founded by Saint Thomas, one of the apostles of Jesus Christ. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ മാർത്തോമാ സ്ലീഹായാൽ സ്ഥാപിതമായ AD 52 മലങ്കരയിൽ സ്ഥാപിതമായ സഭയാണ് മലങ്കരയിലെ സഭ, മലങ്കര മാർത്തോമാ സുറിയാനി സഭ അഥവാ മലങ്കരയിലെ മക്കൾ. പ്രിയമുള്ളവരെ, മെസപ്പൊട്ടേമിയയിലും ബാബിലോണിയയിലും പേർഷ്യയുടെ ചില വശങ്ങളിലും സ്ഥലങ്ങളിലും പിന്നീട് പഞ്ചാബ്, സിന്ധ്, അങ്ങനെ ഇന്ത്യയിലും തുടർന്ന് തെക്കേ ഇന്ത്യയിലും അതിനുശേഷം ചൈനയിലും തുടർന്ന് വീണ്ടും പർസ്യൻ നാട്ടിലും ഒക്കെ പോയി വീണ്ടും തിരിച്ച് ഇന്ത്യയിൽ വന്ന് AD 72 മാർത്തോമാ സ്ലീഹ രക്തസാക്ഷിയായി തീർന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഭവകഥ, AD 51 മാതാവിന്റെ മരണശയ്യയിൽ, കന്യൂറിയാമിന്റെ മരണക്കിടക്കയില് തോമാസ് സ്ലീഹ മൈലുകൾ താണ്ടി തിരികെ അവിടെ പോയി. മരണസമയത്ത് ആ അമ്മയെ ശുശ്രൂഷിച്ച സ്ലീഹായാണ് മാർത്തോമാ സ്ലീഹ. പ്രിയമുള്ളവരെ, ഒരു ടഫ് ജോബാണ്. പ്രയാധിക്യത്തിലായിരിക്കുന്നവരെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പം ജെറിയാട്രിക് എന്നൊക്കെ പറയുന്ന നമുക്ക് മിനിസ്ട്രിയെ പറ്റി അറിയാം. ഒന്ന് രണ്ട് പണ്ഡിതന്മാര് പറയുന്നത് ഹി ടുക്ക് കെയർ ഓഫ് മദർ. പ്രായമായവരെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണമെന്നുള്ളതിന്റെ ഒരു ഗുഡ് മോഡലാണ് സെയിന്റ് തോമസ്. ബിക്കോസ് ഹി വാസ് വെരി കറേജിയസ്, ഹി വാസ് അൺമാരീഡ് ആൻഡ് ഹി വാസ് എ മാൻ ഓഫ് ഗ്രേറ്റ് എക്സ്പീരിയൻസസ്. പിന്നെ അമ്മയുമായിട്ടുള്ള ബന്ധം, അപ്പം പണ്ഡിതന്മാർ പറയുന്നത് അമ്മയോടും മോനോടുമുള്ള ആദ്യം മുതലേ ഉള്ള ബന്ധം, അമ്മയെ ശുശ്രൂഷിക്കാൻ താല്പര്യം. കാരണം വേണ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ അന്ത്യസമയത്ത് നമ്മൾ പറയാതെ തന്നെ എത്തിച്ചേരുക. ഇവിടെ പറയുന്നത് ഈ സ്ലീഹന്മാരുടെ കൂട്ടത്തിൽ ഇത്രയും മൈലുകൾ സഞ്ചരിച്ച് ശുശ്രൂഷയുടെ വേറെ സ്ലീഹന്മാരില്ല. ഇത്രയും മൈലുകൾ സഞ്ചരിച്ച് ഭാരതത്തിന്റെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ഇവിടം വരെ വന്നിട്ട് വേറെ ആരുമില്ല. അപ്പൊ ഇത്രയും മൈലുകൾ സഞ്ചരിച്ച് വന്ന തോമാസ് സ്ലീഹ അമ്മയുടെ രോഗക്കിടക്കയില് ശയ്യാലംബയായ പരിശുദ്ധ കന്യമറിയാമിനെ ശുശ്രൂഷിക്കേണ്ടതിലേക്ക് മുഖാന്തരമായി തിരികെ പോയി AD 51 മാതാവിന്റെ മരണശൈലിയില് മൈലുകൾ താണ്ടി പല സ്ഥലങ്ങളിലെ ശുശ്രൂഷ ചെയ്ത തോമാസ് അവിടെ ചെല്ലുകയും അമ്മയെ ശുശ്രൂഷിക്കുകയും ചെയ്തു. പ്രായമായവരെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളതിന് സ്ലീഹന്മാരുടെ കൂട്ടത്തില് ഏറ്റവും നല്ല പ്രായോഗികമായ ഒരു ഉദാഹരണമാണ് നാസിർ വ്രതക്കാരനായ അവിവാഹിതനായ തോമാസ് സ്ലീഹ എന്ന ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. 5 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ, ആരാണ്, എവിടെ നിന്ന് വന്നു എന്നുള്ളതിനെ പറ്റി. അതുപോലെ തോമാസ് സ്ലീഹ യേശുക്രിസ്തുവിന്റെ ശിഷ്യസംഘത്തിലേക്ക് ചേരുന്ന സമയത്ത് തോമാസ് സ്ലീഹയുടെ കുടുംബത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നു. പല ശിഷ്യന്മാർക്കും അത് ലഭിച്ചില്ല. പക്ഷെ തോമാസ് സ്ലീഹയുടെ പിതാവ് അത് സമ്മതിച്ചു.
അപ്പോൾ യേശു കർത്താവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ യേശു കർത്താവ് ആദ്യം ചില തടസ്സങ്ങളൊക്കെ ഉന്നയിച്ചു, ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, ഒരു ഇന്റർവ്യൂ പോലെ. അപ്പോ അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, എൻ്റെ പിതാവ് പൂർണ്ണ സമ്മതത്തോടുകൂടെ നിന്റെ കൂടെ ചേരേണ്ടതിലേക്ക് എന്നെ അയച്ചു. ഒരു കുടുംബത്തിന്റെ പിന്തുണ, അങ്ങനെ ഒരു ഫാമിലി, ഒരു പിന്തുണ, അത് തന്നെയാണ് കർത്താവിന്റെ ഫാമിലിയുമായിട്ട് ഒരു അടുത്ത ബന്ധം പുലർത്താനായിട്ട് തോമാസ് ലീഹായെ സഹായിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. രണ്ടാമതായി, that we may die with him, let's also go with him, that we may die with him. നാം അവനോടുകൂടെ മരിക്കാം. കർത്താവിന് വേണ്ടി മരിച്ചു. വലിയൊരു ധൈര്യത്തിന്റെ, ഒരു കമ്മിറ്റ്മെന്റിന്റെ, ഒരു വിശ്വാസത്തിന്റെ, ഒരു ബന്ധത്തിന്റെ അനുഭവമാണ്. 3, വഴി എങ്ങനെ അറിയും? അവിടെ മറുപടി നമുക്ക് ലഭിക്കുകയാണ്. സത്യവും ജീവനും. I am the way and the truth and the life. 4, the shortest and sweetest, the greatest creed ever pronounced in the history of Christianity. My Lord, my God. Jesus has become his God. സ്വർഗത്തിന്റെ ആ വലിയ മർമ്മം ഉൾക്കൊള്ളുവാനും തന്നിൽ വന്നുപോയ ആ സംശയം ദൂരീകരിച്ചുകൊണ്ട് കർത്താവിനെ ദൈവമായി രക്ഷിതാവായി ഏറ്റുപറഞ്ഞ് പൂർണ്ണ സമർപ്പണം വെളിവാക്കിയ മനോഹരമായ അനുഭവം. കൂരിയോസ് has become Theos. Lord has become God. He is my Lord. He continues to be my Lord. Who controls over me, who is my master, has become my God. അത് കൂരിയോസ് വഴിയാണ്, ദൈവത്തിലേക്കുള്ള വഴിയാണ്, ദൈവത്തെ പൂർണ്ണമായി വെളിപ്പെടുത്തിയ സത്യമാണ്, അത് നിത്യജീവനാണ്. ഈ വെളിപാടുകൾക്കനുസൃതമായി വിശ്വാസ രൂപീകരണം തന്നിൽ അങ്കുരിക്കുകയും ആണിപ്പഴുതുള്ള വലത്തുകരം നീട്ടി എന്നെ തൊട്, stretch out your hand, put it in my side എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ കർത്താവിന്റെ പരമസന്നിധിയിൽ സമ്പൂർണ്ണ സമർപ്പണത്തോടുകൂടെ പ്രൊക്ലമേഷൻ, ഡിക്ലറേഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസം പ്രഖ്യാപിച്ച സ്ലീഹന്മാരിൽ ശ്രേഷ്ഠനായ മലങ്കരയുടെ കാവൽ പിതാവായ പേട്രൺ സെയിന്റ് ഓഫ് ദ ചർച്ചസ് ഇൻ ഇന്ത്യ, ആ തോമസ് ലീഹ, പ്രിയമുള്ളവരെ, ഭാരതത്തിന്റെ മണ്ണിൽ AD 72 രക്തസാക്ഷിയായി തീർന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കൾ പുറകിൽ നിന്ന് ശൂലം കുത്തി രക്തം ചീന്തി അവൻ മരിച്ചു. അവൻ രക്തസാക്ഷിയായി കൊല്ലപ്പെട്ടു. He was murdered for the great cause of Christ. മൈലാപ്പൂരിലും മദ്രാശിയിലെ സെന്റ് തോമസ് മൗണ്ടിലും കേരളത്തിലെ തന്നെ തോമസ് ലീഹയുടെ നാമത്തിലുള്ള വിവിധ പിൽഗ്രിമേജ് സെന്റേഴ്സ് ആൻഡ് ചർച്ചസ് ഒക്കെ കാണുന്നതും പഠിക്കുന്നതും നമ്മുടെ വിശ്വാസ ജീവിതത്തിന് വീണ്ടും അനുഗ്രഹകരമായി തീരുമെന്നാണ് എൻ്റെ ചിന്ത. ആ ശ്ലീഹായുടെ പേരിൽ അറിയപ്പെടുന്ന സഭയാണ് ഞാൻ നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന പാവപ്പെട്ട ഈ സഭ, മലങ്കര മാർ തോമസ് ലീഹാൻ സഭ. നമ്മുടെ മാത്രമല്ല മലങ്കര ശ്ലീഹ, മലങ്കരയിലെ എല്ലാ ക്രൈസ്തവരുടെയും പൊതുസ്വത്താണ്, മലങ്കരയുടെ അനുഗ്രഹമാണ്. മലങ്കര ശ്ലൈഹിക സിംഹാസനത്തിന്റെ ആ വലിയ വിശ്വാസ പാരമ്പര്യത്തിൽ നിൽപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാരൂഹ നമ്മെ സഹായിക്കുമാറാകട്ടെ. അന്നമ്മ മാമൻ പാടിയ പാട്ട്, ജീവൻ എന്നെ യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ, തോമസ് ലീഹായെ പോലെ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ജീവൻ അർപ്പിച്ച് ആ സാക്ഷ്യത്തോടുകൂടെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിലേക്ക് ആ ശുദ്ധ പളകിൻ കടത്തിൽ യേശുവിനെ മുഖം കണ്ട് മുത്തുവാൻ നമുക്ക് ഇടയാകട്ടെ. നമുക്ക് ചേർന്ന് പാടാമോ?
ജീവനൻ യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ശുദ്ധ പാളുമ്പിൻ കാടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിയിടും ഞാൻ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. പൂർവപിതാക്കൾ അപ്പോസ്തലർ ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം, ആകയാൽ ഛേദമെന്നെണ്ണി ലാഭം, അന്യരം നന്ദി ലോകമാതിൽ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങൾ ദൈവമേ, ഈ മലങ്കരയിലേക്ക് നിന്റെ ശ്രേഷ്ഠദാസനായ മാർത്തോമാ ശ്ലീഹായെ നീ അയച്ചുവല്ലോ. അങ്ങനെ സ്വർഗത്തിന്റെ ഉദാത്തമായ കൃപയാകുന്ന വിശ്വാസത്തിന്റെ പാറമേൽ ഈ സഭ, മലങ്കരയിലെ മക്കൾ കെട്ടുപണി ചെയ്യപ്പെടേണ്ടതിലേക്ക് കർത്താവേ നീ കരുണ ചെയ്തുവല്ലോ. മാർത്തോമാ ശ്ലീഹായിലൂടെ ഞങ്ങൾ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹത്തിനായി, വിശ്വാസ സാക്ഷ്യത്തിനായി, സുവിശേഷ വേലയുടെ ഉന്നതമായ മാതൃകകൾക്കായി, തിരുവചനത്തിനായി, തിരുവചനാഘോഷണത്തിനായി വീണ്ടും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്നോടും നിന്റെ സഭയോടും നിന്റെ ജനത്തോടുമുള്ള സ്നേഹത്തിൽ ഞങ്ങൾ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ, നിന്നോടുകൂടെ മരിക്കുവാൻ, നീ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് എപ്പോഴും ഓർത്ത് നീ എന്നെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് സമ്പൂർണ്ണ സമർപ്പണത്തിൽ ഞങ്ങളുടെ ജീവിതയാത്ര ഇപ്പോൾ പാടിയതുപോലെ ജീവൻ യേശുവിൽ അർപ്പിച്ചിട്ട് ഞങ്ങൾ നിത്യജീവൻ പ്രാപിക്കുവാൻ, പളുങ്ക് കടൽ തീരത്തിൽ യേശുവിന്റെ പൊൻപാദം, പൊന്മുഖം മുത്തിയിടുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളെ കൈവിടരുതേ. മലങ്കരയിലെ ഈ സഭാമക്കളെ നീ വാഴ്ത്തണമേ. യേശു മശീഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥനകളെ ദയയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത്, ഞങ്ങൾ ദുഷ്ടം രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയ മക്കളെ, നിങ്ങളെല്ലാവരും വാഴ്ത്തപ്പെട്ടവരാകുന്നു. റൂഹായുടെ ഈ കൂട്ടായ്മയിൽ താല്പര്യത്തോടെ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മളുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ ശ്രേഷ്ഠ സിംഹാസനത്തിന് മുൻപാകെ എപ്പോഴും എന്തേക്കും കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി.